കലോത്സവ നഗരിയിൽ കർമ്മനിരതരായി ഹരിത കർമ്മസേന. കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മികച്ചൊരു മാതൃകയായി ഹരിത കർമ്മസേന അംഗങ്ങൾ മാറിയിരിക്കുകയാണ്. മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷം ഒരുക്കുകയാണ് ഹരിത കർമ്മസേനയുടെ ലക്ഷ്യം. കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പ്രവർത്തനനിരതരായി തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മസേന അംഗങ്ങൾ. കലോത്സവം അരങ്ങേറുന്ന AJ ജോൺ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഹരിതകർമ്മസേനയുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ. മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷം ഒരുക്കുന്നതിൽ അവർ നിർണായക പങ്കുവഹിക്കുന്നു. ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും തരംതിരിച്ച് കലോത്സവ നഗരിയിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യുകയാണ് ഹരിതകർമ്മസേന. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം, ശുചിത്വ കേരളം സുസ്ഥിര കേരളം എന്ന സന്ദേശമാണ് കലോത്സവത്തിനെത്തുന്ന ഓരോരുത്തർക്കും ഹരിതകർമ്മസേന പകർന്നു നൽകുന്നത്. ഇതിന്റെ ഭാഗമായി തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ 28 ഹരിതകർമ്മസേന അംഗങ്ങളാണ് ഓരോ ദിവസവും കലോത്സവ നഗരിയിൽ കർമ്മനിരതരായി പ്രവർത്തിച്ചു വരുന്നത്. ഞങ്ങൾ തലയോലപ്പറമ്പ് പഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങളാണ്. ഞങ്ങൾ പഞ്ചായത്തിലെ 29 അംഗങ്ങളാണുള്ളത്. ഞങ്ങൾക്ക് ഓരോ ദിവസവും ഓരോരുത്തർക്കായിട്ടാണ് ഈ ഡ്യൂട്ടി ഇട്ടേക്കുന്നത്. ഞങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യം ജൈവ മാലിന്യങ്ങളിൽ വേർതിരിച്ച് മാറ്റുന്നതിനുള്ള സംവിധാനമായിട്ട് കൊട്ട ഇതെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ കലോത്സവത്തിൻ്റെ ഇതായിട്ട് ഞങ്ങൾ നേരത്തെ ഒന്നും അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇച്ചിരി കൂടി പ്രിപ്പയർ ആയിട്ട് ഇവിടെ വന്നിരുന്നേനെ. അതുകൊണ്ടിട്ട് ഇനിയൊരു ഗ്ലോബ് ഞങ്ങൾ ബാക്കി കൂടി റെഡിയാക്കാനുണ്ട്. അത് ഇന്നലെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയില്ല. എന്നാലും ഞങ്ങൾ അത്യാവശ്യം പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ച് അതിനകത്ത് അഴുക്കൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയായിട്ടുള്ള പ്ലാസ്റ്റിക് ശേഖരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാത്ത ജൈവ മാലിന്യം നമ്മൾ എടുക്കുന്നില്ല. നല്ല ക്ലീൻ ചെയ്ത പ്ലാസ്റ്റിക് മാലിന്യം മാത്രം എടുത്തു ക്ലീൻ കേരള കമ്പനിക്ക് കൊടുക്കും. ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും വേർതിരിച്ചിടുന്നതിന് ഓല ഉപയോഗിച്ച് കൂട നിർമ്മിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഹരിതകർമ്മസേനാംഗങ്ങൾ ഓലമെടഞ്ഞ് കൂടയും അതുപോലെ ബെഞ്ചും നിർമ്മിച്ചത്. ഇവിടെ നിന്നും ലഭിക്കുന്ന വൃത്തിയുള്ള പ്ലാസ്റ്റിക്കുകൾ ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുകയാണ്. i4u ന്യൂസ്, ഏറ്റുമാനൂർ.